നമുക്കൊരു ചെറിയൊരു തോരൻ വെക്കാനൊക്കെ. ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട്, നിങ്ങൾ കാണിച്ചിട്ടില്ല, ചക്കക്കുരു എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് മുറിച്ചിട്ടില്ല, കുത്തിയിട്ട് ഉടച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി അതിൽ മുറിച്ചിട്ടിട്ട്, പിന്നെ ഇതിൻ്റെ ഒന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇല ഇടണം. പൊന്നാങ്കണ്ണി ഇല കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട് നമുക്ക്. പൊന്നാങ്കണ്ണിയുടെ പിന്നെ ആ മഞ്ഞൾ നട്ടയിൽ നിന്ന് പൊരിച്ചിട്ട് കുറച്ച് കിട്ടി. അതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്നൊരു തോരൻ ഉണ്ടാക്കാൻ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അധിക സമയമൊന്നും നമുക്കിന് വേണ്ട. നല്ല ഒരുപാട് ഗുണങ്ങളില്ലതല്ലേ ചക്കക്കുരു. അതേ പൊന്നാങ്കണ്ണി ചീരക്കും നല്ല രുചിയാണ്. നമുക്കത് വേഗം ഉണ്ടാക്കാം. അത് പൊന്നാങ്കണ്ണി ചീര വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും ഒരുപാട് ഗുണം ഇല്ലതല്ലേ ഇത്. ചക്കക്കുരു ഗുണമില്ലത്, ഇലയും പൊന്നാങ്കണ്ണി ഇലയും ഗുണമില്ലത്. നമുക്ക് ഇത് മാത്രമല്ല, ഇല ഏത് ഇല കൊണ്ടും വെക്കാം. ഇങ്ങനെ തോരനുണ്ടാക്കാം. നമ്മുടെ വറവ് എന്നാ പറയല്, എല്ലാവരും അങ്ങനെ പറയില്ലല്ലോ, തോരനല്ലേ പറയല്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ കൂടെ ഏത് ഇലയും ഇടാം. മുരിങ്ങ ഇല ഇടാം, പിന്നെ മത്തൻ്റെ ഇല ഇടാം, അതുപോലെ എല്ലാ ഇലയും ഇതിൻ്റെ ഒന്നിച്ചിടാം. നമുക്ക് കുറച്ച് ചക്കക്കുരു ഉണ്ടെങ്കിൽ നല്ലൊരു കറിയായി. നമ്മളെ ചക്കക്കുരു ഇതാ വേവാനായി. ഞാനിതിൽ ഇലയിടലായി. ഇതന്നെ പച്ചമുളകും ഉണ്ട് ഇതിലരിഞ്ഞിട്ടിട്ട്, തേങ്ങയും കൂടെ അതിലിടാം. വെളുത്തുള്ളിയും തേങ്ങയും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഇതിന് ഇത്ര ഗുണം കിട്ടില്ല. നമ്മളെ വീട്ടിലുള്ള സാധനത്തോണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന കറിയാണ്. ഗുണവും രുചിയും എല്ലാം ഇല്ലതാണ്. ഒന്ന് വേവട്ടെ, ഒന്ന് മൂടി വെക്കാം. നമ്മളെ വറവ് തോരനായി. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ നനയ്ക്കുകയാണ് ഞാൻ. വറവ് താളിക്കുന്നവർക്ക് താളിക്കാം. ഞാനിൽ പച്ചമുളകാണ് മുറിച്ചിട്ടിന്. വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ ചിരവിയിട്ടു. വളരെ രുചികരമായ വറവ്, പെട്ടെന്നുണ്ടാക്കിയ വറവ്. ആരും ഇത് ഇഷ്ടപ്പെടാണ്ടിരിക്കൂല. നല്ല രുചിയാണ് ഇതിന്. എല്ലാവർക്കും ഇത് അറിയുമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. നമ്മളെ വറവ്, രുചികരമായ വറവ്. ഇതാ പൊന്നാങ്കണ്ണി ചീരയും ചക്കക്കുരും കൂടെയിലെ വറവ് തോരൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണത്.